ബിഗ് ബോസ് വീട്ടിലെ അവസാനത്തെ ടാസ്ക്. അതെ, ഓർമ്മയ്ക്കായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം എടുക്കാം. ഈ ടാസ്ക് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, സീസൺ 3 വന്നിരുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ? അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സൂര്യ ഏതോ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നത് എന്തായിരുന്നാലും ഇത് അവസാനം സീസൺ 3 തോന്നുന്നു. നിങ്ങൾ പറയട്ടാ. അപ്പോൾ ഇവിടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോമഡി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നു കേട്ടാ. ആദ്യം അനീഷും ഷാനവാസും ഒക്കെ കയറി പറഞ്ഞേ, അത് കഴിഞ്ഞാണ് പിന്നെ അക്ബറിന് സോഫയോടെ വേണം, നമ്മുടെ അനുവിന് വീടോടെ വേണം. പക്ഷെ അനുവിന് ആ കട്ടിലും ആ മരവും ഒക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെയും അക്ബറിൻ്റെയും കൂടെ ഒന്നിച്ച് നമുക്ക് കൊറിയറായിട്ട് മറ്റേ ലോറിയിൽ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത് ബിഗ് ബോസ്. പക്ഷെ അവസാനം അനു മാറ്റി, അനു കപ്പിലേക്ക് ഒതുങ്ങി. അപ്പോൾ ഈ നമ്മുടെ അക്ബർ സോഫയൊക്കെ എടുക്കുന്നത് ഷാനവാസിന് മാറ്റി പറയാമായിരുന്നു എന്നൊക്കെ. എന്തായാലും നല്ല രസമായിരുന്നു, പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ലൈവ് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. ഡ്രൈ തന്നെ ആയിരിക്കും, കാര്യം ഇവർ ഇത്രയും പേരല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, റീ എൻട്രീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു 4-5 ദിവസം എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഈ 6 പേര് മാത്രം എന്ത് ബോറായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഇവരിങ്ങനെ ഇരിക്കും മുഖത്തോട് മുഖം നോക്കി. അപ്പോൾ റീ എൻട്രീസ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു, കുറേ ഗെയിമുകൾ നടന്നു, എന്തൊക്കെയൊക്കെയോ ഉണ്ടായി. ഇഷ്ടമുള്ളതുണ്ടായി, ഇഷ്ടപ്പെടാത്ത ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇനി ബിഗ് ബോസ് അവസാനത്തെ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അനീഷാണ് കേട്ടോ. അപ്പോൾ അനീഷ് വന്ന് വായിക്കുകയാണ്, നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി കൂടെ കൊണ്ടുപോകാം, ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് പോയി നിന്ന് വർത്താനം പറയണം. അപ്പോൾ നിവിൻ രാവിലെ തൊട്ട് തുടങ്ങി, കാലൊടിഞ്ഞ തത്തമ്മ വേണം, കാലൊടിഞ്ഞ തത്തമ്മ വേണം. അപ്പം പുള്ളിക്കാരൻ എത്രയോ ദിവസം മുന്നേ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ടോക്ക്. അനീഷ് ആദ്യം പോയിട്ട് ആ ബോട്ടിൽ കപ്പെടുത്തു. സത്യം പറഞ്ഞാൽ ആ ബോട്ടിലും ആ കപ്പും എല്ലാവർക്കും കൊണ്ടുപോകാം. അത് പ്രോപ്പർട്ടിയാണ്, പക്ഷെ അത് എല്ലാവരും കൊണ്ടുപോകുന്നതാണ് നോർമലി, അല്ലേ? ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അതൊന്ന് മാറ്റി പറയായിരുന്നു. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് പറയുന്നു. കാര്യം ആ ബോട്ടിലും കപ്പും എല്ലാവരും കൊണ്ടുപോകുന്നതല്ലേ. കാര്യം ഇത് പേഴ്സണൽ സാധനമല്ലേ, ബിഗ് ബോസ് കൊടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഇപ്പം പറയും അത് വേണ്ട, വേറെ ഏതെങ്കിലും എടുത്തോളൂ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. അപ്പം അനീഷ് പറഞ്ഞു, എനിക്ക് ഈ ബോട്ടിലും കുടിക്കുന്ന ബോട്ടിലും ആ കപ്പും വേണം. കപ്പ് പറഞ്ഞിരുന്നത്, ബോട്ടിലാണ് പറഞ്ഞത്. ഷാനവാസ് ആ കപ്പാണ് പറഞ്ഞത്. അപ്പം ഞാനും വിളിച്ച് ബിഗ് ബോസ് എന്തേ ഒന്നും പറയാത്തത്. കാര്യം ഇതെല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ആണെന്നാണ് എനിക്ക് വിശ്വാസം കേട്ടോ. കാര്യം പേഴ്സണൽ പ്രോപ്പർട്ടി. അപ്പം നിവിൻ പോയിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ കാലൊടിഞ്ഞ തത്തമ്മേ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കാലൊടിഞ്ഞ തത്തമ്മേനെ ബിഗ് ബോസ് കൊടുത്തോ ഇല്ലെന്ന് അറിഞ്ഞില്ല. ബിഗ് ബോസ് ഉത്തരവൊന്നും പറയുന്നില്ല. നൂറ പോയിട്ട് ഒരു ജിറാഫിൻ്റെ അടുത്ത്, ജെഫി എന്നാണ് പേരിട്ടേക്കണത്, ഒരു പകുതിയുള്ള ജിറാഫ്, ആ മറ്റേ പൗഡർ റൂമിൽ ഇരുന്ന ജിറാഫ്, അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അക്ബർ പോയിട്ട് അക്ബറിൻ്റെ സോഫ, ഞാൻ വിചാരിച്ച് ബീൻ ബാഗ് എടുക്കുമെന്ന്. അക്ബറിൻ്റെ സോഫ ഉണ്ടല്ലോ, ആ റോസ പീച്ച് കളർ സോഫയും, സത്യം പറഞ്ഞാൽ അത് സെറ്റാണ് കേട്ടോ. ആ സോഫയും പിന്നെ ആ ഒരു അതെന്താ സംഭവം, ഒരു ടേബിൾ പോലത്തെ ഒരു സോഫ, അത് സെറ്റാണ്. അതൊക്കെ ബിഗ് ബോസ് കൊടുത്തു വിടുമോ എന്ന് ആർക്കറിയാം. അതെനിക്ക് വേണം. ഞാൻ അപ്പാനിയോട് സൗഹൃദം പങ്കിട്ട സോഫയാണ്. പിന്നെ ഇതേപോലത്തെ ഒരു സംഭവമാണ്, ഇതേപോലത്തെ ഇതിൻ്റെ ഒരു പരന്ന ടൈപ്പ് സോഫയാണ്. അതെനിക്ക് തരുമോ ബിഗ് ബോസ്, കൊറിയർ ചാർജ് ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു ഇങ്ങനെ നടക്കുകയാണ്. ഈ ആദ്യം പോയിട്ട് ആ ബോട്ടിലെടുത്തു. അപ്പോൾ നമ്മുടെ ആര് ചോദിച്ചു, നിവിൻ ചോദിച്ചു ക്യാമറ വേണോ എന്നൊക്കെ ചോദിച്ചു. ആ നേരെ കട്ടിൻ്റെ അടുത്ത്, എനിക്കും തോന്നി ആ കട്ടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ആയിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് വീട് മൊത്തം വേണമെന്നാണ് പുള്ളിക്കാരി. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അനു പറഞ്ഞതാണേ. എനിക്ക് വീട് മൊത്തം വേണമെന്നുണ്ട്. ഇതാരാ പറഞ്ഞത്? ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? ആ സീസണിൽ പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു ഡൗട്ട്. എന്തായാലും എനിക്ക് ആ വീട് മൊത്തം വേണം. അപ്പോൾ കൺഫ്യൂഷൻ പുള്ളിക്കാരിക്ക് ഫുൾ. പിന്നെ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കട്ടിലാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു ആ കട്ടിൻ്റെ ഭാഗത്തുള്ള എന്തോ ആയിരിക്കും. കട്ടിലും വേണം. പിന്നെ ആ ട്രീ ഉണ്ടല്ലോ, ആ മരം, അത് നല്ല രസമല്ലേ ആ സ്ഥലം, അവിടെ ഇങ്ങനെ ലൈറ്റ് തൂക്കിയിട്ടേക്കണം, അതും വേണമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരിക്ക് ഫുൾ കൺഫ്യൂഷൻ. കാര്യം അക്ബറിന് അത് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് അത് എടുക്കാമല്ലോ. അപ്പോൾ ഫുൾ കൺഫ്യൂഷൻ. അവസാനം കപ്പിലെത്തി. അങ്ങനെ എന്തൊക്കെയോ ആയി, ഫുൾ കൺഫ്യൂഷനായി. അപ്പം അനീഷ് പറഞ്ഞു, ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ? ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ബിഗ് ബോസ് പോയിക്കാണോ അവിടെ നിന്ന്, കട്ടിലും സോഫയൊക്കെ ആര് കൊടുക്കും? അത് കഴിഞ്ഞ് ഷാനവാസ് ആഗ്രഹം മാറ്റി പറഞ്ഞാലോ ബിഗ് ബോസ്. ഞാനതാണ് ആലോചിച്ചത്, നമുക്ക് കപ്പും ആ ഒരു ബോട്ടിലും ഒക്കെ എല്ലാവരും എടുക്കുന്നതാണ്. ഷാനവാസിന് അത് മാറ്റാമായിരുന്നു. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതായത് എന്തെങ്കിലും ഒരു ഷോക്കേസ് സാധനമോ എന്തെങ്കിലും എടുക്കാമായിരുന്നു. അക്ബർ കുപ്പിയും കപ്പും എന്തായാലും കാണുന്നു അക്ബർ പറയുന്നു. അപ്പോൾ പിന്നെ അവർ പോയി പിഗ്ഗി ബാങ്കിൽ ആ ഡപ്പ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഡപ്പ മറ്റേ കോയിൻ ഇട്ട് വെച്ചത് നിവിനും നൂറെ അനുവൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് വന്ന് അനൗൺസ് ചെയ്യാത്ത എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ കൊടുക്കില്ലേ. അനു അവസാനം കപ്പാണ് ചോദിച്ചത് കേട്ടോ, കപ്പ്, ഏതോ ഒരു കപ്പ്. അക്ബറിൻ്റെ സോഫ ബിഗ് ബോസ് പാക്ക് ചെയ്ത് വിടുമെന്നൊന്നും എനിക്കറിയില്ല. കാത്തിരുന്ന് കാണാം. കൊറിയർ ചാർജ് പുള്ളിക്കാരൻ കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അക്ബറിനെ നെഗറ്റീവ് അടിപ്പിച്ചൊരു സംഭവമാണ് അത്. അവിടെ ഇരിപ്പ് മാത്രം ആയതുകൊണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. അവർ ഇന്നലത്തെ ഫുഡ് തന്നെ ചൂടാക്കി കഴിക്കുക കേട്ടോ. അപ്പോൾ ചുമ്മാതല്ല, നമ്മൾ വീട്ടുകാർ വന്ന ഫുഡ് ലാലേട്ടൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാ? ഒരുപാട് ഫുഡ് 32 കിലോയൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നു. ഇവർ ഇതുപോലെ ചൂടാക്കി തിന്നും. അത് ഒരു പരിധി കഴിയുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണേ. അതായത് ഇന്നലെ കഴിച്ച ഫുഡ് ഇന്ന് ഉച്ചയ്ക്കും തിന്നെയാണേ. കുഴപ്പമില്ല,
പക്ഷേ എന്നാലും ചിലപ്പോൾ ഇവർ ഒരുപാട് കിട്ടി അവർ വൈകുന്നേരം കഴിക്കും അതെടുത്ത് വെച്ച്. അതുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞത് ഒരുപാട് ഫുഡ് ഫാമിലി കൊണ്ടുവന്നത് അകത്തോട്ട് കൊടുത്തു വിടില്ല എന്ന്. പിന്നെ എനിക്കൊരു കാര്യമാണ്, ഈ റീ എൻട്രീസും ഒരു ഗെയിമാണ് കേട്ടോ. റീ എൻട്രി വന്നതൊക്കെ ബിഗ് ബോസിൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാം ബിഗ് ബോസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമാണ്. ഫാമിലി വീക്ക്, റീ എൻട്രീസ്, ഏതാണെങ്കിലും മിറർ ടാസ്ക്, പിന്നെ നമുക്ക് ജേണി കാണിച്ചു തരുന്നത് എല്ലാം മനസ്സിലായില്ല, അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്ത എവിക്ഷൻ ആയിരിക്കാം. അതുവരേക്കും ബായ്.